ഇന്ന് ചെറിയൊരു ജെൻഡർ റിവീൽ പാർട്ടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുമായിട്ട് ഞങ്ങൾ പോവുകയാണ്. അത് മാത്രമല്ല, ഒരു ബാർബിക്യൂവും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മൾ വീടിൻ്റെ ബാക്ക് യാർഡിലാണ് ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഫുൾ ഡെക്കറേറ്റ് ചെയ്യണം. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ അതിൻ്റെ ബാർബിക്യൂവിനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഡെക്കറേഷൻ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഈ ഒരു മൊമെൻറ്റ് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നിങ്ങൾ കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബലൂൺ ഒന്നും അറിയത്തില്ല, പക്ഷേ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വേണമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം ഞാൻ ട്രൈ ചെയ്യുകയാണ്. കുറച്ചൊക്കെ സക്സസ് ആയിട്ടുണ്ട്, ഇവിടെ അത്രയും വരുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാം ചെയ്ത് ബലൂൺ ഒന്ന് സെറ്റാക്കി വെച്ചപ്പോഴാണ് കാറ്റെന്ന് പറയുന്ന ഒരു സാധനം വന്നത്. ഈ ബലൂൺ എന്നെ പോലെയാണെന്ന് തോന്നുന്നു, ഒരു അനുസരണയും ഇല്ല, പറഞ്ഞിടത്ത് നിൽക്കുന്നുമില്ല, പറന്ന് പോവാം. 2-3 അപ്പുറത്തെ വീട്ടിലേക്ക് പോവുകയും ചെയ്ത് പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു കമ്പൊക്കെ ഇട്ട് കോലൊക്കെ ഇട്ടിട്ടാണ് അതെല്ലാം വാരിയെടുത്തത്. അപ്പോൾ ഇനിയും പറന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്ന് കഷ്ടപ്പെട്ട് പറക്കി അകത്തേക്ക് ഇടുകയാണ്. അല്ലെങ്കിൽ അവസാനം വരുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ ബലൂൺ കാണില്ലെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് വേഗം നമ്മൾ പറക്കിയിടുകയാണ്. ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഒക്കേഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടി അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ. എന്ത് സന്തോഷമാണല്ലേ. കേട്ടിട്ടില്ലേ, ഫ്രണ്ട്സ് ക്യാൻ അബ്സല്യൂട്ട്ലി ബി എ ചോസൻ ഫാമിലി. നമ്മൾ ഇതുപോലെ വെളിയിൽ നിന്ന് വന്നിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഫാമിലീസിനെയൊക്കെ മിസ് ചെയ്യുന്നത്, ആ ഒരു വിഷമം മാറുന്നത് ഇതുപോലെ നമ്മൾക്ക് കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷവും സങ്കടവും എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാരുള്ളത് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒക്കേഷൻസ് വരുമ്പോൾ നമ്മൾ എഫേർട്ട് ഇട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഐ തിങ്ക് വെളിയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ കൂടെ ഫാമിലീസ് ഇല്ല, ബട്ട് വി മേക്ക് എ ഫാമിലി. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് യെസ്, ദീസ് മൂമെൻറ്റ്സ് ആർ റിയലി പ്രഷ്യസ് ടു അസ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എഫേർട്ടും കുറച്ച് കൂടും. ഞാൻ പറഞ്ഞ് കൂടുതൽ അങ്ങോട്ട് സാഹിത്യത്തിലേക്ക് പോകുന്നില്ല ആൻഡ് നിങ്ങളെ ബോറടിപ്പിക്കുന്നുമില്ല. ഒരുവിധം നമ്മളുടെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയി. ഒരു ഫൈനൽ ലുക്ക് വേണമെങ്കിൽ നിങ്ങൾ കണ്ടോ. ആൻഡ് ഐ ഹോപ്പ് എവ്രി വൺ വിൽ ലൈക്ക് ഇറ്റ്. അതെ, ഇത് ഡെക്കറേഷൻ മാത്രമാണ്. ജെൻഡർ റിവീൽ എന്ന് പറഞ്ഞിട്ട് അതെന്തെന്നല്ലേ, അടുത്ത വീഡിയോയിൽ ജെൻഡർ റിവീലും പിന്നെ നമ്മളുടെ കുറച്ച് ഗെയിംസും എല്ലാം ആഡ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് ഒരു ശുഭദിനം.